ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മാർഗഴിയും പവിഴവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മോളെ, ആ ഗോവിന്ദന് അത് ഇഷ്ടമല്ലല്ലോ. പിന്നെ ഇതിനെ മോൾ ഇത്രയും നിർബന്ധിച്ച് അയാൾക്ക് മരുന്ന്, ആ രഞ്ജുവിന് മരുന്ന് കൊടുക്കുന്നേ? എൻ്റെ അമ്മ ഒരു കാര്യം മനസ്സിലാക്ക്. രഞ്ജുവിൻ്റെ രോഗം ഭയങ്കര പാടുള്ള രോഗമാണ്. പാവം, ആ പെൺകുട്ടി ജീവിക്കുമെന്ന് പോലും അറിയില്ല. എന്നാൽ സ്വാമിയച്ഛൻ പറഞ്ഞന്ന് ഈ മരുന്നുണ്ടല്ലോ, ആ കുട്ടിയുടെ ആയുസ് നീട്ടിക്കൊടുക്കും. 6 മാസം എന്നുള്ളത് ചിലപ്പോൾ ഒരു 12 മാസമായിട്ട്, 1 വർഷമൊക്കെ ആയിട്ട് അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ആ മരമണ്ടി ഗീതു ആ ഗോവിന്ദനോട് തല്ലുപിടിച്ച് എങ്ങനെയെങ്കിലും വഴക്കിട്ട് മരുന്ന് കൊടുപ്പിച്ചോളും. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഈ മരുന്ന് രഞ്ജുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുക, അതാണിപ്പോൾ നമ്മുടെ ലക്ഷ്യം. പിന്നെ അവസാനം ഗീതുവിൻ്റെ ഇത് സഹിക്കാനാകാതെ ഗോവിന്ദ് സാറ് തന്നെ പറഞ്ഞോളും മരുന്ന് കൊടുത്തേക്കാൻ. അങ്ങനെ പവിഴം തന്നെ ഡെയിലി പോയി കൊടുത്താൽ മതി. അപ്പം പവിഴത്തിന് AC റൂമിലിരിക്കാമല്ലോ. ശരി, ഓക്കെ, ഡൺ. നീ ബുദ്ധിശാലിയാ മോളെ, ബുദ്ധിശാലി. പിന്നെ മാരിയമ്മ കനിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും നമുക്ക് 2 പാത്രങ്ങളിലാക്കി വെച്ചിട്ട് ആ ഗോവിന്ദ് സാറിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാം, എൻ്റെ സ്വാമിയച്ഛൻ്റെ മരുന്ന് ഫലിച്ചോ ഇല്ലയോ എന്ന്. ഇനിയോ അയാൾ എൻ്റെ സ്വാമിയച്ഛനെ കുറ്റം പറയുവാണെങ്കിൽ അതിനുള്ള തക്ക മറുപടി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. എന്താ പോരെ പവിഴം? മതി. സ്വാമിയച്ഛൻ്റെ മരുന്നിനെ സംശയിച്ചവരെ ഒരിക്കലും വെറുതെ വിടരുത്. അവർക്ക് ആ മരുന്ന് ഫലിച്ചു എന്നുള്ളൊരു ഫലം മുന്നിൽ തന്നെ കാണിച്ചു കൊടുക്കണം. അതാണ് മാരിയമ്മ ചെയ്യേണ്ട ഇനിയുള്ള സഹായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദനാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ഗീതു പെട്ടെന്ന് ആ ലാപ്ടോപ്പ് തട്ടിപ്പറിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യനെ ഇവിടെ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ ലാപ്ടോപ്പ് നോക്കി ഇരിക്കുകയാണോ? എനിക്ക് ബോറടിക്കുന്നു, എനിക്ക് എവിടെയെങ്കിലും പോകണം. ഈ മുറിക്കകത്ത് അടഞ്ഞിരുന്നിട്ട് ശ്വാസം മുട്ടുക. എൻ്റെ ഗീതു, ഇതിനകത്ത് ഇതിനെ ശ്വാസം മുട്ടുന്നതിൽ നല്ല AC ഒക്കെ ഇല്ലേ? AC കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ടിരിക്കാമല്ലോ. ഒന്ന് പോകണ്ണേട്ടാ, മനുഷ്യനിവിടെ കലി കയറി ഇരിക്കുക. വന്നേ അതൊക്കെ എടുത്തു വെച്ചിട്ട് എങ്ങോട്ട് വന്നേ എൻ്റെ ഗീതു. ഇങ്ങനെയൊന്നും നീ പറയണ്ട, ഇതൊക്കെ നല്ല കാര്യമല്ലേ? ഞാൻ ബിസിനസ് മീറ്റിംഗ് ചെയ്യുക. എന്ത് ബിസിനസ് മീറ്റിംഗ്? എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തിയേച്ചും ബിസിനസ് മീറ്റിംഗ് ചെയ്യുകയാണ് പോലും. ഇതിനായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറക്കലിൽ തന്നെ വിട്ടാൽ പോരായിരുന്നില്ലേ? എന്തിനെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ്, നിൻ്റെ വട്ട് മാറണോ? നിനക്ക് കറങ്ങാൻ പോണോ? എന്താ പറഞ്ഞേ? എനിക്ക് വട്ടാണെന്നോ? അപ്പം എനിക്ക് വട്ടാണെന്നും പറഞ്ഞാണല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് വട്ടാണല്ലേ? ശരിയാക്കി തരാം. അയ്യോ അല്ല, നിനക്ക് വട്ടൊന്നുമില്ല, നീ പേടിക്കണ്ട ഗീതു. ഞാൻ വെറുതെ ഇല്ലാത്ത ചുമ്മാ പറഞ്ഞതാ. എന്തായാലും നിനക്ക് വട്ടൊന്നുമില്ല. നിങ്ങളെന്നെ വട്ടത്തിൽ നിന്ന് വിളിച്ചില്ലേ, നിങ്ങൾക്ക് ആ വട്ട് എന്നും പറഞ്ഞ് ഗോവിന്ദനൊരു 5-6 ഇടി ഇടിക്കുക. ഞാൻ നിന്നെ വട്ടത്തിൽ നിന്ന് വിളിച്ചപ്പോഴും എന്നെ 5-6 ഇടി ഇടിച്ചപ്പോഴും നിൻ്റെ ബോറടി മാറിയില്ലേ? ഇനി ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മാർഗഴി അവിടെ റിസപ്ഷനിൽ വരിക. റിസപ്ഷനിൽ വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ഗോവിന്ദനെ വിളിക്കുക. ഹലോ സാർ, ഗീതാഞ്ജലി മാഡം വന്നിട്ടുണ്ട്. ആണോ? എന്നാൽ ഗീതാഞ്ജലി മാഡത്തിനോട് പറ, രഞ്ജു പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനെന്ന്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ. ഓക്കെ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ റിസപ്ഷനിസ്റ്റ് ഫോൺ കട്ട് ചെയ്യുക. മാഡം, ഒരു 5 മിനിറ്റ് രഞ്ജു മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റോ? ഞാനേ രഞ്ജുവിൻ്റെ ഏട്ടത്തിയാ, അതുകൊണ്ട് എനിക്ക് അവളെ കാണാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. നിങ്ങളുടെ അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. മാഡം, ഇവിടെ ഗസ്റ്റുകളോട് അനുവാദം ചോദിച്ചിട്ടേ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റൂ. മാഡം ഇതിൻ്റെ ഓണർ ആണെങ്കിലും റൂൾസ് അതാ, ഞങ്ങൾക്കതനുസരിച്ചല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ ജോലി പോവും. അതുകൊണ്ടാണ്. ശരി, തനിക്ക് വേണ്ടി ഞാനതനുസരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ ഗോവിന്ദ് ഫോൺ എടുത്തു. എന്നിട്ട് അജാസിനെ വിളിക്കുക. അജാസ്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് സാർ. അതുപോലെയൊക്കെ ചെയ്തോ? ചെയ്തു സാർ. എന്നാൽ പിന്നെ കൃത്യസമയത്ത് എത്തിയാൽ മതി. ശരി സാർ, ഓക്കെ ഡൺ എന്നും പറഞ്ഞ് അജാസ് ഫോൺ കട്ട് ചെയ്യുക. എന്തായി ഭദ്രൻ സാറേ, കുടിച്ചോ? ഭക്ത വത്സല, നീ തന്ന ഈ സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതുപോലുള്ള സാധനങ്ങൾ തന്നാൽ ഈ നോം സന്തോഷിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ നന്നായിരിക്കും മകനെ എന്നും പറയാ. എന്നാൽ ഞാൻ വണ്ടി ഓടിച്ചോട്ടെ? ഭദ്രൻ സാറ് സ്വാമി പുറകിലിരുന്ന് കുടിച്ചോ? അതിനെന്താ, നീ ഈ വാഹനം മുന്നോട്ടെടുത്തോ, നോം ഇവിടെ ഇരുന്ന് കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ ഇരുന്ന് മൂക്കറ്റം കുടിക്കുക. അജാസ് ഭദ്രനെ കണ്ണാടിയിൽ കൂടെ നന്നായിട്ട് ഇങ്ങനെ തുറച്ചു നോക്കുക. ഈ സമയം അവർ കാറെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതാഞ്ജലി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദനോട് ചോദിക്കുക, എന്താ കണ്ണേട്ടാ, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് കേട്ടതും അതൊക്കെ പറയാം, നീ ഈ കസേരയിലിരിക്കേ, നീ
നീ അങ്ങോട്ട് നോക്കി വേണം ഇരിക്കാൻ, ഒരിക്കലും ഇങ്ങോട്ട് തിരിയരുത്. ഇങ്ങോട്ട് തിരിയരുതെന്നോ? അതെന്താ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ? എൻ്റെ ഗീതു, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും നാളും നിനക്കും എനിക്കുമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. അന്ന് രഞ്ജു ഇവിടെ വന്ന് നീ കണ്ടു, രഞ്ജുവിനെ ഇവിടെ വന്ന് നീ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ. എന്നാൽ രഞ്ജുവിനെ കണ്ടത് ആരാണെന്നും നീയാണോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇല്ല, കാണിച്ചു തരാം. അപ്പം നിനക്ക് മനസ്സിലാവും. അത് കേട്ടതും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കണ്ണേട്ടാ. നീ ഇപ്പോൾ ഒന്നും മനസ്സിലാക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഞാൻ പറയുന്ന അനുസരിക്ക്. ദേ ഇവിടെ വന്ന് നീ രഞ്ജു ആണെന്നും പറഞ്ഞൊരു പെൺകുട്ടി നിന്നോട് സംസാരിക്കും. സ്വാമി വൈദ്യൻ്റെ മരുന്ന് നിനക്ക് തരാൻ വരുന്നതാണ് ആ പെൺകുട്ടി. നീ രഞ്ജു ആണെന്ന് കരുതി അവൾ നിന്നോട് കുറേ കാര്യങ്ങൾ പറയും. ഗീതു ആണെന്നും പറഞ്ഞേ നിന്നോട് സംസാരിക്കൂ. അങ്ങനെ പറയുമ്പോൾ നീ എല്ലാം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കരുത്, അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നീ കേൾക്കണം. പെട്ടെന്ന് തിരിയരുത് കേട്ടോ. എന്താ കണ്ണേട്ടൻ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കണ്ണേട്ടനാണോ ശരിക്ക് വട്ടില്ലെങ്കിൽ എനിക്കാണോ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക. ദേ ഗീതു, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്തൊക്കെ സംഭവിച്ചാലും തിരിയരുത്. ആ പെൺകുട്ടി ഇപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ വാതിലിൻ്റെ ബാക്കിലായിട്ട് മറിഞ്ഞു നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ മാർഗഴി കൃത്യമായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയും. ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞ് മാർഗഴി അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നതും ഗീതു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എടി രഞ്ജു, നിനക്ക് വേണ്ടി കുറച്ച് മരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ രോഗം മാറ്റാനേ. അതുകൊണ്ട് തന്നെ ഈ മരുന്നൊക്കെ ഒന്ന് കഴിക്കണം. ഈ മരുന്നിൻ്റെ അളവൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കണ്ണേട്ടന് ഇതൊന്നും ഇഷ്ടമല്ല. കണ്ണേട്ടനോ? ഞാനല്ലാതെ എൻ്റെ കണ്ണേട്ടനെ ഇവള് കണ്ണേട്ടാന്ന് വിളിക്കുന്നോ? ശരിയാക്കി തരാടി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുക. പിന്നെ കണ്ണേട്ടൻ അറിയാതെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ മരുന്നൊക്കെ കഴിക്കേണ്ട അളവ് മനസ്സിലാക്ക്. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടതും നമ്മുടെ ഗീത ഒന്നും മിണ്ടാതെ തിരിഞ്ഞിരിക്കുക. നീ എന്താ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നേ? ഇങ്ങോട്ട് വാടി. ദേ ഇതൊക്കെ അളവൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കുടിച്ചാലേ നിൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാവും. പിന്നെ എൻ്റെ സ്വാമി വൈദ്യനച്ഛൻ്റെ മരുന്ന് ആർക്കും വിശ്വാസമില്ല. എന്നാൽ ഈ മരുന്നൊന്ന് നീ കഴിച്ചു നോക്കിയാലേ പിന്നാരും ഈ മരുന്നിനെക്കുറിച്ച് കുറ്റം പറയത്തേയില്ല. അസുഖം മാറിയിട്ടേ ഈ മരുന്ന് നിൻ്റെ ഇതിൽ നിർത്തൂ. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്, ഉറപ്പുമുണ്ട്. നിൻ്റെ അസുഖം മുഴുവനും മാറും. വന്നേ എന്നും പറഞ്ഞ് വിളിക്കുക. നീ എന്താ ജനലോട്ട് നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് എടി പെണ്ണേ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഗീതു ഇരിക്കുന്ന കസാര പിടിച്ചൊരു ഒറ്റ തിരിച്ചത് നമ്മുടെ ഗീതുവിന് ആദ്യം ഒന്ന് തല കറങ്ങിയ തലയോടുകൂടെ ഗീതു ഒന്ന് നിവർന്ന് നോക്കിയപ്പോൾ ഒരു മാർഗഴിയെ കണ്ട് ഗീതു പേടിച്ചു. ആരാ എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടത് മാർഗഴി ഒന്നും മിണ്ടാതെ ഈശ്വര ഇവളായിരുന്നോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ അവിടെ നിന്നും തടി തപ്പാൻ നോക്കുക. ആരാ നീ? എൻ്റെ മുഖച്ഛായുള്ള ആരാ നീ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു പേടിച്ച് പതുക്കെ മാർഗഴിയുടെ അടുത്തേക്ക് ചെല്ലുക. ഗീതുവിൻ്റെ വിചാരം മുഴുവൻ അത് പ്രേതമാണെന്ന. അപ്പോഴേക്കും മാർഗഴി ഓടാൻ നോക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് വാതിക്കലിൽ തടഞ്ഞു നിർത്തിയതും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ മാർഗഴി അവിടെ പെട്ടുപോയി. ഗീതു, ഇപ്പം നിനക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? ഇല്ല കണ്ണേട്ടാ, ഇവള് എൻ്റെ കണ്ണേട്ടനെ കണ്ണേട്ടാന്ന് വിളിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവളാരാ എന്നാ ഞാൻ പറഞ്ഞുതരാം ഇവളാരാണെന്ന്. ഇവളാണ് മാർഗഴി. ഇത്രയും ദിവസം നിന്നെയാണെന്നും പറഞ്ഞ് രഞ്ജുവും രാധിക അമ്മയും വരുണും ഞാനും നമ്മുടെ അമ്മയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇവളെയാ. ഒരേ സമയം നീയായിട്ട് 2 പേര് വരുന്നു എന്ന് നിനക്ക് തോന്നിയില്ലേ? നിൻ്റെ ശരീരത്ത് നാഗവല്ലി ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ആ നാഗവല്ലിയാണ് ഇവള് എന്നും നമ്മുടെ ഗോവിന്ദ്. അത് കേട്ടത് മാർഗഴി വീണ്ടും ഓടാൻ നോക്കുക. അപ്പോഴത്തേക്കും ഗോവിന്ദ് അവിടെ തടഞ്ഞു നിർത്തി. അങ്ങനെ അങ്ങ് പോകല്ലേ മാർഗഴി, നീ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഗീതുവിൻ്റെ വേഷത്തിൽ ഇവിടെ വന്ന് സ്വാമി വൈദ്യൻ്റെ മരുന്ന് നിനക്ക് തന്ന് രഞ്ജുവിന് കൊടുത്ത് രഞ്ജുവിൻ്റെ അസുഖങ്ങൾ ഭേദമാക്കാനായിരുന്നു ഇവളുടെ ഉദ്ദേശം. രാമായണത്തിലെ പാണ്ഡുവിനുണ്ടായ രോഗത്തെക്കുറിച്ചാണ് ഇവൾ മരുന്നുണ്ടാക്കിയത്. പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന രോഗം മലയാളത്തിൽ പാണ്ഡുരോഗം എന്ന് പറയും. ആ പാണ്ഡുരോഗത്തിനുള്ള ചികിത്സയാണ് സ്വാമി വൈദ്യൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തത്. സ്വാമി വൈദ്യൻ്റെ വളർത്തുമകളാണ് ഇവള്. അതുകൊണ്ട് തന്നെ സ്വാമി വൈദ്യൻ അറിയാവുന്ന പല ചികിത്സയും ഇവൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പഠനങ്ങളൊക്കെ ഇവൾ പല ജീവനെയും രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ AGM IT സൊല്യൂഷൻ
ടെൻഷനും ഉള്ള ആ ഒരു വിൽപ്പന നടത്തിയതും അത് ചേതൻ ഗ്രൂപ്പിന് ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചതൊക്കെ ഇവളാ. നിന്റെ സൈനിട്ട് ഇവളാണത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവളെ വെറുതെ വിടരുത് കണ്ണേട്ടാ. ആൾമാറാട്ടം നടത്തിയതിന് ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം. വിളിക്ക് കണ്ണേട്ടാ പോലീസിനെ. കണ്ണേട്ടാ പോലീസിനെ വിളിക്കാൻ. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആകെ ടെൻഷനായി. അപ്പോൾ മാർഗഴിയും ഞെട്ടി, ഈശ്വര പോലീസിനെ വിളിക്കാതിരിക്കാൻ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഗോവിന്ദ് തന്നെ അതിനുള്ളൊരു കാര്യം കണ്ടുപിടിച്ചു. ഗീതു, അങ്ങനെ ഇവളെ പോലീസിനെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല. കാരണം അങ്ങനെ ദുഷ്ടരുടെ കൂടെ ചേർന്ന് നിന്ന് ഇവൾ നമുക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെന്താ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞേ? ഇവൾ നമുക്ക് വേണ്ടി എന്താ ചെയ്തെന്നറിയാമോ? ഇവള് ഇത്രയും കള്ളത്തരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കാട്ടിലെ വളർന്ന പെൺകുട്ടിയാണെങ്കിലും ഇവൾക്ക് നിന്നെ പോലെ നല്ല സ്വഭാവവും നല്ല മനസ്സും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നന്മയുള്ള മനസ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ AGM ITI സൊല്യൂഷൻ വിൽപ്പനയ്ക്ക് വിട്ടിരിക്കുകയാണ്, നമ്മൾ ചതിക്കപ്പെടുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി ഇവൾ വെൽവിഷറായി നമ്മളെ വിളിച്ചതും സത്യമാണ്. ഇവൾ തന്നെയാണ് എന്നെ ആ വിവരം അറിയിച്ചത്. പിന്നെ അത് മാത്രമല്ല, നിന്നെ ഇടയ്ക്ക് വെൽവിഷറായിട്ട് വിളിച്ച് നിന്നെ കോന്ത്രമ്പല്ലിന്ന് വിളിച്ചില്ലേ, അതും ഇവൾ തന്നെയാണ്. അത് കേട്ടതും ഗീതും മാർഗഴിയെ തുറച്ചു നോക്കുക. അപ്പം മാർഗഴി തൻ്റെ പല്ലിലും ഇങ്ങനെ തൊട്ട് നോക്കുക, തനിക്കും അതേ കോന്ത്രമ്പല്ല് തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നെ ഗീതു, എൻ്റെ ഒരു സംശയം ശരിയാണെങ്കിൽ ചഞ്ചൽ ബേട്ടിയായിട്ട് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് രാധികാമ്മ കൂട്ടിക്കൊണ്ടുവന്ന ആ ഹിന്ദിക്കാരിയും ഇവൾ തന്നെയാണ് എന്നും പറയുക. ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം എന്നും നമ്മുടെ മാർഗഴി ചോദിക്കുക. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇത് മാത്രമല്ല, നീ അറിയാത്ത നിൻ്റെ ജീവിതത്തിലെ മറ്റു പല സത്യങ്ങളും എനിക്കറിയാം മാർഗഴി എന്നും പറയുക. അത് കേട്ടതും മാർഗഴി അവിടെ നിന്നു. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിക്കുക, അല്ല കണ്ണേട്ടാ, ഇവളെന്തിനാ ഇതൊക്കെ ചെയ്തത്? അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവളെന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മളോട് ഇവൾക്ക് ഒരു ശത്രുതയുമില്ല. പിന്നെ രാധികാമ്മയും വരുണും കൂടെ ചേർന്ന്, അതായത് എൻ്റെ രണ്ടാനമ്മയും വളർത്തമ്മയും അവരുടെ മകനും കൂടെ ചേർന്ന് എൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നിൻ്റെ രൂപത്തിലുള്ള ഇവളെ വെച്ച് പല കളികളും കളിച്ച് നമ്മളെ ചതിക്കാനായിരുന്നു പരിപാടി. എന്നാൽ എവിടേക്കോ നിന്നെപ്പോലെ സാമ്യവും എവിടേക്കോ നിന്നെപ്പോലൊരു സ്വഭാവവും നിൻ്റെ നല്ല മനസ്സുമുള്ള ഇവൾക്ക് അങ്ങനെ നല്ലവരായ നമ്മളെ ചതിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് നിൻ്റെ സൈനെന്നും പറഞ്ഞ് കള്ള സൈനിട്ട് ചേതൻ ഗ്രൂപ്പുകാർക്ക് രാധികാമ്മയ്ക്കിട്ടു വരുണിനിട്ടുമൊക്കെ 8ൻ്റെ പണിയാണ് ഇവൾ കൊടുത്തിരിക്കുന്നത്. കാരണം നിൻ്റെ സൈനാണെന്നും പറഞ്ഞ് ഇവൾ ഇട്ട് കൊടുത്തത് വേറെ ആരുടെയോ സൈന. നിൻ്റെ സൈനായിട്ട് ഒരു സാമ്യവും ഇല്ല. അങ്ങനെ നമ്മളെ ചതിക്കാതെ നമ്മളെ രക്ഷിച്ചവളാണ് ഇവൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവളെ കള്ളിയെന്നോ വേഷം മാറി വന്നവളെന്നോ നമുക്ക് വിളിക്കാൻ കഴിയില്ല. കാരണം ഇവൾ നമുക്ക് വേണ്ടി നന്മയെ ചെയ്തിട്ടുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി നന്മ ചെയ്ത ഇവളെ പോലീസിന് പിടിച്ചു കൊടുക്കണോ ഗീതു, നീ പറ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ശരിയാണ്, പക്ഷെ ഇവളെന്താ എന്നെ പോലെ ഇരിക്കുന്നേ? എനിക്കതാ മനസ്സിലാകാത്തത് കണ്ണേട്ടാ. എന്താ സംഭവം? ശരിക്കും ഞാൻ തന്നെ എൻ്റെ അതേ മുഖച്ചായും അതേ പല്ലും എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എല്ലാം നിനക്ക് വഴിയെ മനസ്സിലാവും. ഓരോന്നോരോന്നായിട്ട് നീ ഇപ്പം എല്ലാം അറിയും. ഇനിയിപ്പോൾ മാർഗഴി ഇവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് നമുക്കിത്തിരി ശുദ്ധവായുവൊക്കെ കൊണ്ട് പതുക്കെ സംസാരിക്കാം. അവിടെ വന്നിരിക്കുക എന്നും പറഞ്ഞ് രണ്ടുപേരോട് അവിടെ ഇരിക്കാൻ പറയുക. ഈ സമയം മാർഗഴി പുറത്തു പോയി നിൽക്കുക. എങ്ങനെ അപ്പോഴേക്കും ഭദ്രനെയും കൂട്ടി അജാസ് എത്തി. അങ്ങനെ അജാസ് ഭദ്രനോട് പറയുക, ഭദ്രൻ സ്വാമി കാറിൽ നിന്ന് ഇറങ്ങിയാട്ടെ. അപ്പോൾ ഭദ്രൻ കാറിൽ നിന്നും ഇറങ്ങി. വാതിക്കയിൽ ഗീതു നിൽക്കുന്നത് കണ്ടത് ഗീതു അല്ല, മാർഗഴിയാണ്. മാർഗഴിയെ കണ്ടതും ഭദ്രൻ, അയ്യോ ഗീതു, ഭവതേ എപ്പോഴാ ഇങ്ങോട്ടേക്ക് ആഗതരായത്? എന്താ പറഞ്ഞേ? എപ്പോഴാ ഇങ്ങോട്ട് വന്നതെന്നാണ് ഉദ്ദേശിച്ചത്. സ്വാമിയാരുടെ ഭാഷയാ എന്നും അജാസ്. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അല്ല മോളെന്താ ഇവിടെ വന്ന് നിന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ മനസ്സിലാവും. മണ്ടൻ ഗോവിന്ദ് സാറ്. ഭദ്രൻ എൻ്റെ അച്ഛനാണെന്ന് കരുതിയിട്ടായിരിക്കും ഗോവിന്ദ് സാറ് ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ ഇയാളല്ല. ഇയാളുടെ ഫോട്ടോ കണ്ടിട്ട് അമ്മയ്ക്ക് ഒരു ഇതും ഇല്ലായിരുന്നു, ഒരു ടെൻഷനോ പേടിയോ ഒന്നും. അങ്ങനെയുള്ളപ്പോൾ ഇയാളെങ്ങനെ എൻ്റെ അച്ഛനാവുന്നത്? രഹസ്യങ്ങൾ വേറെ പലതുമാണ്. ശരി, എന്താണെങ്കിലും ഗോവിന്ദ് സാർ എന്താ പറയുന്നതെന്ന് കേൾക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഭദ്രനെയും കൂട്ടി അകത്തേക്ക് പോവുക. ഒപ്പം അജാസും ഉണ്ട്. ഈ സമയം ഗീതവും ഗോവിന്ദും അവിടെ എങ്ങനെ നിൽക്കും. അപ്പോൾ ഗീത ചോദിക്കുക, എന്തിനാ കണ്ണേട്ടാ, എന്താ പറയാനുള്ളത്? എന്താണേലും പറ കണ്ണേട്ടാ. പറയാം, വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഒരാളും കൂടെ വരാനുണ്ട്. ആര്? അതൊക്കെ പറയാന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും
ദേ വരുന്നു ഭദ്രനെയും കൂട്ടി അജാസും നമ്മുടെ മാർഗഴിയും. അപ്പോൾ നമ്മുടെ ഭദ്രൻ അകത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടെ വരുക. ഈ സമയം അകത്തേക്ക് വന്ന ഭദ്രൻ പെട്ടെന്ന് ഗോവിന്ദനോടൊപ്പം നിൽക്കുന്ന ഗീതുവിനെ കണ്ട് ഒന്നും ഞെട്ടി തുറിച്ച കണ്ണുകളോടുകൂടെ ഭദ്രൻ നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ നോക്കുക. അതിനുശേഷം തിരിഞ്ഞു നോക്കി മാർഗഴി ഗീതു രണ്ടുപേരും ഒരേ സ്ഥലത്ത് നേർക്ക് നേര് നിൽക്കുന്നത് കണ്ട് ഭദ്രൻ ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ഭദ്രന് കാര്യങ്ങൾ മനസ്സിലായി. അതേ പ്രേക്ഷകരെ, ഇനി രഹസ്യങ്ങളുടെ ചുരുളഴിയുന്ന അടിപൊളി മുഹൂർത്തമാണ്. ഭദ്രൻ്റെയും വിലാസിനിയുടെയും മക്കളാണ് ഗീതുവും മാർഗഴിയും. സത്യങ്ങൾ തുറന്നു പറയാൻ ഭദ്രനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അജാസ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.